നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ ജനറൽ പ്രമോ ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈക്ക് അത് ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെയാണ്. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ രേവതി പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുസരിച്ച് നമ്മുടെ സച്ചി ഏകദേശമൊക്കെ മാറിക്കഴിഞ്ഞു. അങ്ങനെ ഷർട്ട് ഇൻ ചെയ്തൊക്കെ ഇട്ട് എല്ലാവരുടെയും മുമ്പിൽ പോയി. അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കും കുറച്ച് അഭിമാന നിമിഷങ്ങൾ തന്നെയായിരുന്നു അല്ലേ അത്. രേവതിക്ക് മാത്രമല്ല, നമ്മുടെ രവീന്ദ്രനും ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഭർത്താവിനെ യാത്രയാക്കാൻ വേണ്ടി ചെന്നു. ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും സച്ചി ചേർത്ത് നിർത്തി തന്നെ ഒരു സെൽഫി ഒക്കെ എടുത്തു. ഏതായാലും സെൽഫി എടുത്തു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സച്ചി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുകയാണല്ലോ. അപ്പം പോകുന്നതിന് മുമ്പായിട്ട് തന്നെ തിരിച്ചൊന്ന് വന്നിട്ട് സച്ചി ചോദിച്ചു, അല്ല രേവതി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ ചോദിച്ചോ. അതെ, ഞാൻ ഇത് ഇൻ ചെയ്ത് ഇടുന്നില്ല. സത്യമായിട്ടും ഇത് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ എനിക്കൊരു അസ്വസ്ഥതയാ. ഞാൻ അങ്ങനെയൊന്നും ഇട്ട് ശീലിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഷർട്ട് എടുത്ത് പുറത്തിട്ടോട്ടെ എന്ന് ചോദിച്ചപ്പം നമ്മുടെ രേവതി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ. ഏതായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തല്ലോ. എനിക്ക് കാണാൻ പറ്റിയില്ല, എൻ്റെ കൂടെ ഒരു സെൽഫി വരെ എടുത്തില്ലേ. പിന്നെ എനിക്കിതിൽ പരം സന്തോഷം എന്താ. അങ്ങനെ ഇട്ടുകൊണ്ട് പൊക്കോന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരി രേവതി എന്നൊക്കെ പറഞ്ഞ് ടാറ്റ കൊടുത്തിട്ട് നമ്മുടെ സച്ചി നേരെ വിട്ട് ഓട്ടത്തിന് വേണ്ടി പോകുകയാണ് കേട്ടോ. അങ്ങനെ രേവതി വലിയ സന്തോഷത്തോടു കൂടി തന്നെ റൂമിനകത്തേക്കൊക്കെ കയറി ചെന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ കണ്ടു. രവീന്ദ്രൻ പറഞ്ഞു, മോളെ, നിന്റെ ഈ സന്തോഷം കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല, സച്ചി ഒരുപാട് മാറി. നീ സച്ചിനെ മാറ്റിയെടുത്തു. അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എങ്കിൽ പിന്നെ നീ അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് പറയണം. ഇവിടെ സന്തോഷമാണെന്നും നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയെന്നും വിളിച്ച് പറയണം. അത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ച അമ്മ അവിടെ ഇരിക്കുന്നത്. അതുപോലെ മോളുടെ അമ്മയോടും വിളിച്ച് പറയണമെന്ന് പറഞ്ഞപ്പം ശരി അച്ഛ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം നമ്മുടെ ചന്ദ്ര കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്കപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഈശ്വരന്മാരെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരിക്കലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവരെ രണ്ടുപേരെയും രണ്ടാക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇങ്ങനെ രണ്ടുപേരും കൂടെ അടയും ചക്കരയും പോലെ പോയാൽ അടുത്ത വർഷം ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കും. അവൻ്റെ പറച്ചിലൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അതുകൊണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് രണ്ടിനെയും രണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പ്ലാനുകളൊക്കെ ഇടുകയാണ്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അമ്മ എവിടെയോ കുട്ടീനെയൊക്കെ വിട്ടിട്ട് എവിടെയോ സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും പെട്ടെന്ന് തല കറങ്ങി വീഴാനിടയാവുകയാണ്. അങ്ങനെ തല കറങ്ങി ഇങ്ങനെ വീഴാൻ തുടങ്ങുമ്പോഴത്തേക്കും അടുത്തുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ കൂടി ചേർന്ന് പിടിച്ച് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ കിടന്ന് നെട്ടോട്ട് ഓടരുത്. നിങ്ങളുടെ മകളെ വിളിച്ച് നിങ്ങളുടെ കൊച്ചുമകനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ എപ്പോഴാന്നറിയില്ല, എന്താണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. മനുഷ്യന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് സേഫ് ആക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മയ്ക്കും വല്ലാത്തൊരു മനപ്രയാസം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മ നേരെ വിളിക്കുകയാണ് ശ്രുതിനെ വിളിക്കുമ്പം ഫോൺ എടുക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ്. അങ്ങനെ ചന്ദ്ര ഫോൺ എടുത്തതും ഹലോ കല്യാണി അല്ലേ, കല്യാണി അല്ലെന്നല്ല, ഹലോ കല്യാണി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് കല്യാണിയോ, ഏത് കല്യാണി എന്നിങ്ങനെ ചന്ദ്ര ഇവിടെ നിന്ന് അങ്ങോട്ട് മറുപടി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ കട്ട് ചെയ്തു. എൻ്റെ ഈശ്വര, ആ സ്ത്രീ ആ ഫോൺ എടുത്തതെന്നാ തോന്നുന്നത്. ഇനിയിപ്പോൾ ഇത് പ്രശ്നമാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രുതിയുടെ അമ്മ വെപ്രാളത്തോടു കൂടി നിൽക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര നല്ല പരിചയമുള്ള സ്വരമാണല്ലോ. ഈയിടെ എവിടെയോ കേട്ടു മറന്ന ഒരു സ്വരം, നല്ല പരിചയമുള്ളൊരു സ്വരം, ഇതാരായിരിക്കും എന്ന ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര ആ കേസ് അങ്ങ് വിട്ട്, റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതിയുടെ അമ്മ കട്ട് ചെയ്തത്. അപ്പൊ ആ കേസ് അങ്ങ് വിട്ടു കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ സച്ചിനെയാണ്. സച്ചി കൂട്ടുകാരോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പേടിച്ചു വിറച്ചു പറയുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, എടാ എപ്പോഴാടാ കുഞ്ഞുണ്ടാകുന്നത്, എത്ര മാസം കഴിഞ്ഞ് ഉണ്ടാകും, നമ്മുടെ സച്ചിക്ക് ഇല്ലാത്ത സംശയങ്ങളൊന്നുമില്ല. അങ്ങനെ കൂട്ടുകാരെ പിടിച്ചു നിർത്തി സംശയങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങ് ചോദിച്ചപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, അല്ല നീ ഇപ്പം ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാ?
അല്ല എന്തോ ഉണ്ടല്ലോ, എന്തിനാ സച്ചി ഇപ്പം ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു ഒരു ശാന്തി മുഹൂർത്തത്തെക്കുറിച്ച്, അത് അറിയാതെ സംഭവിച്ചു പോയി. എന്ത് ശാന്തി മുഹൂർത്തോ? അപ്പോൾ ഇത്രയും നാളും നിന്റെ ജീവിതത്തിൽ ശാന്തി മുഹൂർത്തം ഒന്നും സംഭവിച്ചിട്ടില്ലേ? ഇല്ലായിരുന്നു. പെട്ടെന്നൊരു നിമിഷത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ടോ വിഷമിച്ച് അങ്ങോട്ട് നിന്നപ്പോഴത്തേക്കും കൂട്ടുകാരൻ ഒരു ഒറ്റ ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, എടാ പൊട്ട, നീ വെറും പൊട്ടനായി പോയല്ലോ. നിനക്ക് പൈസ സമ്പാദിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. നിന്റെ കൂടെ ജീവിക്കുന്ന ആ പെണ്ണിനെയൊക്കെ സമ്മതിക്കണം. ഇപ്പോഴെങ്കിലും നിന്റെ ശാന്തി മുഹൂർത്തം ഒന്ന് കഴിഞ്ഞല്ലോ. അതല്ലടാ, ഇനിയിപ്പം കുട്ടികൾ വല്ലതും. എന്താ കുട്ടികളുണ്ടായ പ്രശ്നം ഇരിക്കുന്നത്? കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നമായിരിക്കുന്നത്? അതിന് ചെലവും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ തന്നെ എൻ്റെ വണ്ടി ഇറക്കാനില്ലേ? ഇവന്റെ ഒരു കാര്യം. എടാ സച്ചി, നീ ഇപ്പോഴും പഴയ ലോകത്ത് ജീവിക്കാതെ പുതിയ ലോകത്തേക്ക് ഇറങ്ങി വാടാ. എടാ, ഇവിടെ എത്ര പേരാന്നോ ഒരു കുഞ്ഞിനെ കിട്ടാതെ കിടന്ന് വിഷമിക്കുന്നത്. ആ സമയത്ത് കുഞ്ഞ് ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭാരമായിട്ട് കാണുന്ന നിന്നെ എന്താ ചെയ്യേണ്ടത്? എത്ര പേരാന്ന് അറിയാമോ വഴിപാടൊക്കെ ആയിട്ട് നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആണോ, അപ്പം കുഞ്ഞുണ്ടായ പ്രശ്നമില്ല? എടാ, കുഞ്ഞുണ്ടായാലൊന്നും ഒരു പ്രശ്നമില്ല. നീ ഒരു കൊച്ചിന്റെ അച്ഛനാകും, അത്രയല്ലേ ഉള്ളൂ കുഴപ്പം. അതിനിപ്പോ എന്താ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. എങ്കിലും എനിക്ക് പേടിയാടാ. നീ എന്തിനാ പേടിക്കുന്നത്? നീയല്ലല്ലോ പ്രസവിക്കുന്നത്, നിന്റെ ഭാര്യ രേവതിയല്ലേ പ്രസവിക്കുന്നത്. എങ്കിലും എനിക്കൊരു ചെറിയ പേടിയും എന്തോ പോലെയൊക്കെ തോന്നുക. അവളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ചമ്മല്. ഇവന് എന്താ ചെയ്യേണ്ടത്? എടാ, ഇവന് ഒറ്റ ഒരെണ്ണം കൊടുക്കാടാന്ന് അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ പറയാണ്. അങ്ങനെ നമ്മുടെ സച്ചി എന്തോ പോയ അണ്ണാനെ പോലെ അങ്ങോട്ട് മാറിപ്പോവാണ് കേട്ടോ. അപ്പൊ ഈ കൂട്ടുകാർ നിന്നിട്ട് ഭയങ്കര ചിരി. ഇവൻ വെറും പൊട്ടനായി പോയല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എറിയാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ കല്ല് കൊടുക്കുകയല്ല എന്നങ്ങാണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞുകൊണ്ടാവും. ഭയങ്കര ചിരിയാണ്. കൂട്ടുകാരൊക്കെ കൂടിയിട്ട് കളിയാക്കാണ് സച്ചിനെ. സത്യം പറഞ്ഞിട്ടുണ്ട് വെറും പൊട്ടനാന്നാണ് തോന്നുന്നത്. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതി തുണി അലക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം തുണിയൊക്കെ എടുത്ത് അലക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, രേവതി അവിടെ നിൽക്കുക, ദേ ശ്രുതിയുടെ കുറച്ച് തുണിയും കൂടെ ഉണ്ട്, അതും കൂടെ കൊണ്ടുപോയി അലക്കാൻ പറഞ്ഞു. അതെന്തിനാമേ ഞാൻ അവരുടെ തുണി അലക്കുന്നത്? എൻ്റെ ഭർത്താവിൻ്റെ തുണി ഞാൻ അലക്കിയാൽ പോരെ? നിന്റെ ഭർത്താവോ? എന്നാടി നിന്റെ ഭർത്താവായത്? അല്ല, എൻ്റെ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞിട്ടല്ലേ നിന്റെ ഭർത്താവായത്. നീ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ജനിച്ചപ്പോഴേ നിന്റെ ഭർത്താവായതായിട്ട് തോന്നൂലോ. അല്ല, എൻ്റെ ഭർത്താവിനെ പിന്നെ എൻ്റെ ഭർത്താവെന്നല്ലാതെ പിന്നെ എന്തെന്നാ അമ്മേ പറയേണ്ടത്? നീ കൂടുതൽ അധിക പ്രസംഗം ഒന്നും പറയണ്ട. മര്യാദയ്ക്ക് കൊണ്ടുപോയി തുണി അലക്കി ഇട്ടോളാൻ പറഞ്ഞപ്പം ഇല്ല, ഞാൻ തുണി അലക്കില്ല, വേണമെങ്കിൽ ശ്രുതിയുടെ തുണി അലക്കി കൊടുക്കാം, ശ്രുതിയുടെ തുണി എനിക്ക് അലക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വേണ്ടമ്മേ, അത് ഞാൻ അലക്കിക്കോളാം. എങ്ങനെ? മോൾ അലക്കാന്നോ? അതൊന്നും വേണ്ട. മോൾ അധ്വാനിച്ച് മടുത്തു വരുന്ന മോൾ ഈ തുണി അലക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ശരിയാവുന്നത്? ഇവള് വീട്ടിലിരുന്ന് ചുമ്മാ വെറുതെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഇവക്ക് ഇതൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ മോള് സമ്പാദിക്കുന്നതാ, അതുകൊണ്ട് മോൾ അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, നിനക്ക് പറ്റില്ലെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. മര്യാദയ്ക്ക് പോയി തുണി അലക്കിക്കോളാൻ പറഞ്ഞിട്ട് ആ തുണിയെല്ലാം കൂടെ എടുത്ത് നമ്മുടെ രേവതിയുടെ കൈ കൊടുത്തു. രേവതിക്ക് വഴക്ക് കൂടാൻ പറ്റത്തില്ലാഞ്ഞിട്ടായിരിക്കും. പിന്നെ ഒരു തുണി അലക്കിയെന്ന് പറഞ്ഞ് തേഞ്ഞൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് രേവതി ആ തുണിയും കൊണ്ട് അങ്ങ് പോയി കേട്ടോ. കലിച്ചു തന്നെയാണ് രേവതി അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലോർക്കുക, ഇനി എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ മതി. അതാ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം, ആൻറ്റിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ എന്നെയും തെറ്റിദ്ധരിക്കുന്നു പറഞ്ഞിട്ട് ആൻറ്റിയുടെ മകൻ്റെ തുണി ഞാൻ അലക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പം കേട്ടില്ലേ മോളുടെ വാക്കിലെ വിനയം കേട്ടില്ലേ? ഇതാ രേവതി പറയൂ, അവള് പറയുന്നത് എന്താ? അവളുടെ ഭർത്താവ്. നീ എപ്പോഴും പറയുന്നത് എൻ്റെ മകൻ. ഇതാണ് നീയും രേവതിയും തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞു കേട്ടിട്ടില്ലേ കുടുംബത്തിൽ പറക്കണമെന്ന്? മോള് കുടുംബത്തിൽ പറഞ്ഞതാ. അതാ മോക്ക് ഇത്ര നല്ല സ്വഭാവം ഉള്ളത്. മോള് തുണി അലക്കൊന്നും വേണ്ട കേട്ടോ. മോള് പോയി റെസ്റ്റ് ചെയ്യുക. രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്ന് കാല് കാണിച്ചു വന്ന മോള്, അതും ഒരു ദിവസം എത്ര രൂപയാണ് മോള് സമ്പാദിക്കുന്നത്? പിന്നെ കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചേക്കണം, അടുത്ത മാസം നമുക്ക് പലിശ കൊടുക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. ശ്രുതിയാണെങ്കിൽ പലിശ എന്ന് കേൾക്കുമ്പോഴത്തേക്കും കിടന്നു പോവുകയാണ്. കാരണം പലിശ കൊടുക്കാൻ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്യൂട്ടി പാർലർ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ശ്രുതിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വലിയ ബിസിനസ്സൊന്നും അല്ലെന്നേ, ഒത്തിരി വലിയ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല. അപ്പം പതിയെ ഇങ്ങനെ നിരങ്ങി പോകുന്നതെന്നും മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രന്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം രവീന്ദ്രന്റെ പെൻഷൻ മുടങ്ങിക്കിടന്നായിരുന്നല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ കുറച്ച് കേസുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ കോടതിയിൽ കേസ് ഇങ്ങനെ നടക്കുമ്പം മറ്റേ വർഷയുടെ അച്ഛനും ഉണ്ട്. അപ്പം വർഷയുടെ അച്ഛനും രേവതിയുടെ അച്ഛനുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കൂട്ടിൽ നിന്ന് ജഡ്ജി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ രവീന്ദ്രൻ ഓരോ കാര്യം പറയുമ്പോഴത്തേക്കും ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടാണ്
ഇത് മനഃപൂർവ്വം തന്നെയാണ് അയാൾ തടഞ്ഞു വെച്ചതെന്ന്. അങ്ങനെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളും പെൻഷൻ കൊടുക്കാത്തത്? ഒരു മനുഷ്യന്റെ അവകാശമാണ് പെൻഷൻ മേടിക്കുക എന്നത്. ഇത് തടഞ്ഞു വെച്ചത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. നിങ്ങൾക്ക് എത്ര വർഷത്തെ ശിക്ഷ കിട്ടുമെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നുമല്ല സാറേ, ഇങ്ങനെ ഒരാളെ കൊന്നു വണ്ടി കയറ്റി പെൻഷന് പറ്റുന്നതിന് മുമ്പ് തന്നെ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞപ്പം അത് കൊന്നൊന്നും അല്ലല്ലോ, അത് അയാൾ അറിയാതെ സംഭവിച്ചു പോയതല്ലേ. അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ മുമ്പിൽ വന്ന് ചാടിയത്. അതെ, അതൊന്നും ഒരു കുറ്റമല്ലടോ, അതറിയാതെ സംഭവിച്ചതാ. അത് അന്ന് കോടതി വെറുതെ വിട്ടതുമാണല്ലോ, അന്ന് കോടതിയിലെല്ലാം തീർന്നതുമാണ്. പിന്നെതേ അതൊന്നും താൻ ഇവിടെ പറയേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് പെൻഷനും കൊടുക്കണം, അതിനോടൊപ്പം തന്നെ നഷ്ടപരിഹാര തുകയായിട്ട് 1 ലക്ഷം രൂപയും കൊടുക്കണം എന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി കയറി വരുന്നത്. സച്ചി കയറി വന്നത് ഒരു കൈ കൊട്ടിക്കൊണ്ടാട്ടോ ഇങ്ങനെ വരുന്നത്. അങ്ങനെ ജഡ്ജി ചോദിച്ചു, ഇതാരാ ഈ കൈ കൊട്ടിക്കൊണ്ട് കയറി വരുന്നത്, ഇതൊന്നും ഒരു മര്യാദ ഇല്ലാതെ എന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതെന്റെ മോനാ സാറേ. അപ്പം വർഷയുടെ അച്ഛൻ പറഞ്ഞു, ഇതേ ഇവൻ വെറും വിവരം കെട്ടവനാ, ഇവനുണ്ടല്ലോ പണ്ടങ്ങാണ്ട് ഇവനെ ജയിലിൽ കിടന്നിട്ടുണ്ട് ചെറുപ്പത്തിലെന്ന് പറഞ്ഞപ്പം സച്ചിക്ക് ദേഷ്യം വന്നപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ കഥയൊന്നും ഇവിടെ ആരും എടുത്തിടാൻ ഇപ്പൊ പറഞ്ഞില്ലല്ലോ, ഇപ്പം ആരെങ്കിലും നിങ്ങളോട് ആ കഥ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജിയും പറഞ്ഞു, അതെ എന്റെ പൊന്നോ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, ഇപ്പൊ ഇവിടെ പെൻഷനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്, അതുകൊണ്ട് പെൻഷനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, കഴിഞ്ഞ കാര്യമൊക്കെ പോട്ടെ. ഇതേ ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ കറക്റ്റ് കൊടുത്തിരിക്കണം, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളത് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി വീണ്ടും കൈ കൊട്ടിയിട്ട് ഇങ്ങനെ കൈ കൂപ്പിയിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് സാറേ ഒരു എന്താ പറയുക, നീതിക്കും ന്യായത്തിനും ഒക്കെ നേരെ നിൽക്കുന്ന ഒരാളെ കാണുന്നത്. പോലീസുകാരെ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്, പല ജഡ്ജികളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ സത്യസന്ധമായി നിയമത്തിന് മുന്നിൽ നിൽക്കുന്ന ആദ്യമായിട്ട് ഒരാളെ ഞാൻ കാണുന്ന. ഞാനൊന്നും വണങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ വണങ്ങുകയാണ് കേട്ടോ. ഏതായാലും സച്ചിയുടെ സംസാരമൊക്കെ ജഡ്ജിന് ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ രവീന്ദ്രന് കിട്ടാനുള്ള പൈസ അവിടുന്ന് കിട്ടാൻ പോവുകയാണ്. അപ്പൊ ഇതേ സമയം വർഷയുടെ അച്ഛൻ നേരെ വീട്ടിൽ ചെല്ലുന്നു ടെൻഷനുമായിട്ട്. അങ്ങനെ വർഷയുടെ അമ്മയുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ പറയുക, കോടതിയിൽ ഇങ്ങനെയാണ് വിധിയൊക്കെ വന്നത്, എന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന്, 1 ലക്ഷം രൂപ കൊടുക്കണം, ഇനിയിപ്പോൾ അത് കൊടുത്തല്ലേ പറ്റൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേറൊരു വഴിയും ഇല്ലേ ഏട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പെണ്ണുപിള്ള. ഏതായാലും ആ പെണ്ണുപിള്ള അത്രയ്ക്ക് നല്ലൊരു സ്ത്രീയൊന്നും അല്ല, കുശുമ്പും കുന്നായ്മയും അതുപോലെ തന്നെ അഹങ്കാരവും പിടിച്ചൊരു സ്ത്രീ തന്നെയാണ്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വർഷനെ ശ്രീകാന്ത് കൊണ്ടുവിടുന്നത്, വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവിടുക. അങ്ങനെ വർഷ ശ്രീകാന്ത് കൂട്ടി വീട്ടിനകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ, എന്റെ വീട് കണ്ടിട്ട് അച്ഛനും അമ്മേനെയും കണ്ടിട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും ശ്രീകാന്ത് കയറി ചെല്ലുന്നതും വർഷയുടെ അച്ഛനെ കണ്ടതും ശ്രീകാന്തിനും മനസ്സിലായി ഇത് മറ്റേ പുള്ളിയാണെന്ന്. അന്ന് പെൻഷൻ ആയപ്പം ഒരു ഫംഗ്ഷൻ നടത്തിയല്ലോ, അപ്പൊ നമ്മുടെ രവീന്ദ്രനുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, രവീന്ദ്രനും സച്ചിയൊക്കെ ആയിട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അയാളാണെന്ന് മനസ്സിലായി. അയാൾക്ക് മനസ്സിലായി ഈ ശ്രീകാന്ത് എന്ന് പറയുന്നത് രവീന്ദ്രന്റെ മകനുമാണെന്ന്. ഇത് കണ്ട ഉടനെ തന്നെ തനിച്ച് കയറിട്ടോ. ഏതായാലും ശ്രീകാന്ത് കൂടുതൽ നേരം അവിടെ നിന്നില്ല, വർഷയോട് പറഞ്ഞു ഞാൻ പോകുക എന്ന് പറഞ്ഞു. അപ്പൊ ഇതാ എന്റെ അച്ഛൻ, ഇതാ എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞാണ് പറഞ്ഞത്. അപ്പൊ വർഷ പറയുന്നുണ്ട്, അതെന്താ ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹേ ഒന്നുമില്ല ഞാൻ പോവാന്ന് പറഞ്ഞ് അങ്ങ് പോയി. അത് കഴിയുമ്പോഴത്തേക്കുമാണ് വർഷയുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ വർഷയോട് പറയുന്നത്. വർഷ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, കാരണം ഞാൻ അതൊക്കെ എന്തിനാ അറിയണത്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ട, അത് നിങ്ങളായി നിങ്ങളുടെ പാടായി, അതിപ്പോ ഞങ്ങൾക്കിടയിൽ അതൊരു പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ പറഞ്ഞു, ഇതേ ആ കോപ്പി ചെറുക്കന്റെ കൂടെ എങ്ങാണ് നീ ഇനി നടന്നാലുണ്ടല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവന്റെ ചേട്ടന് ഒന്നാന്തരം നല്ല തല്ലിപ്പൊളിയാ, അതും ഒരു ഹോട്ടൽ മാനേജ്മെന്റ്, ഒരു ഹോട്ടൽ വേലക്കാരനെയാണ് ഇവിടെ ഇതിനൊക്കെ കിട്ടിയോളെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പ്രശ്നമായപ്പോഴത്തേക്കും ദേ അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഏത് ജോലിക്കും അതിൻ്റെതായ മര്യാദ ഉണ്ടെന്ന് പറഞ്ഞപ്പം നമ്മുടെ വർഷയുടെ അച്ഛൻ പതിയെ വർഷേനെ പിടിച്ചിട്ട്, മോള് ബാ, അവള് പറയുന്നൊന്നും കേൾക്കണ്ട, ഞാൻ പറയാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഏതായാലും പെണ്ണുങ്ങൾക്ക് കുറച്ച് ദേഷ്യവും അതുപോലെ തന്നെ അമ്മമാർക്ക് കുറച്ച് ഇത് കൂടുമല്ലോ. അച്ഛന്മാരാണെങ്കിൽ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാനും ശ്രമിക്കും. ആ രീതിയാണ് നമ്മുടെ വർഷയുടെ അച്ഛൻ കാണിച്ചത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ്. അപ്പൊ ശ്രുതി വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല മോളെ, മോളോട് ഞാൻ നേരത്തെ ചോദിക്കണം എന്നോർത്തൊരു കാര്യമാണ്, മോൾക്ക് കല്യാണി എന്ന് പറഞ്ഞൊരു പേരുണ്ടോന്ന്. ഇത് കേട്ടതും ഞെട്ടിപ്പോയി, ചങ്കിൽ ഇടുത്തി വീഴുന്ന പോലെ ആയിപ്പോയിട്ടോ. അത് പിന്നമ്മേ ഇല്ല, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അതെ, ഒരു സ്ത്രീ നേരത്തെ വിളിച്ചായിരുന്നു മോളുടെ ഫോണിൽ കല്യാണി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. എങ്കിൽ പിന്നെ അത് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങ് പോയി. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പേടിച്ചു പോയി. ശ്രുതി എന്നിട്ട് നേരെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ വിളിച്ചിട്ട്, അമ്മ എന്ത് പരിപാടി അമ്മയെ കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ, അത് മോളെ ഞാൻ വിളിച്ചപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാ, ആ സ്ത്രീയെ എടുത്തത്, ഞാൻ ചോദിച്ചത് കേട്ടു, പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ അമ്മ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ലാസ്റ്റാണ് ആ സ്ത്രീ പറയുന്നത്, അത് മോളെ എനിക്കിങ്ങനെ ഒരു ചെറിയ അസുഖമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന്. അപ്പോൾ വർഷയ്ക്കല്ല, സോറി, നമ്മുടെ
ശ്രുതിക്ക് വിഷമമാകുകയാണ്. ശ്രുതി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി ഡോക്ടറിനെ ഒന്ന് പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സച്ചിയും രവീന്ദ്രനും കൂടെ വരികയാണ് കേട്ടോ. എങ്ങോട്ടേക്ക്? പെൻഷന്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരികയാണ്. അപ്പൊ പെൻഷന്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വന്ന് പെൻഷന്റെ കാര്യം അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കങ്ങ് സന്തോഷം. ചന്ദ്ര പറഞ്ഞു, കണ്ടോ എന്റെ ശ്രുതിമോള് കയറി വന്നത് കൊണ്ടാണ് ഇത്ര ഐശ്വര്യം ഈ വീട്ടിലുണ്ടായത്. കണ്ടില്ലേ എന്റെ ശ്രുതിമോളുടെ ഐശ്വര്യ. പലരും ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ കുത്തി നോവിക്കാൻ തുടങ്ങി. ഏതായാലും നമ്മുടെ ശ്രുതി വന്നു കയറിയ ഐശ്വര്യം അല്ലേ, എന്നാ പിന്നെ ആ ഐശ്വര്യത്തോടു കൂടി തന്നെ 50 ലക്ഷം കൂടി ഇങ്ങെടുക്കാൻ പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും ഒന്നും പറയാനില്ല. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു കേട്ടോ, അതെ നിങ്ങളുടെ 50 ലക്ഷം അത് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നിരിക്കുന്നു പറഞ്ഞു. അപ്പൊ പൗഡർ ഏട്ടത്തി 50 ലക്ഷം തരുമോ? എങ്കിൽ പിന്നെ ഇനി പേടിക്കാനില്ല. ഇവൻ വെറും കള്ളൻ, ഇവൻ പേരും കള്ളൻ, ഇവൻ തരില്ലെന്ന് എനിക്കറിയാം. ദേ ഏട്ടത്തി പറഞ്ഞാൽ പിന്നെ ഉറപ്പാന്ന് എനിക്കറിയാം കേട്ടോ. എന്റെ ബ്യൂട്ടി പാർലർ ഏട്ടത്തി ആ 50 ലക്ഷം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അവിടെ നല്ല തകർപ്പൻ പെർഫോമൻസ് നമ്മുടെ സച്ചി കാഴ്ചവെച്ചു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഏതായാലും ഈ വിവരം വിളിച്ച് അച്ഛമ്മേനെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ അച്ഛമ്മേനെ വിളിക്കുകയാണ്. അച്ഛമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അച്ഛമ്മ പറഞ്ഞത്, അതെ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ രേവതിയും സച്ചിയും ഒന്നായില്ലേ, അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞതല്ലേ ശാന്തി മുഹൂർത്തം കഴിഞ്ഞാൽ പല ശുഭമുഹൂർത്തങ്ങളും വീട്ടിൽ നടക്കുന്ന, അതാന്ന് നമ്മുടെ അച്ഛമ്മ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ വാഴ്ത്തി പാടിയിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് രവീന്ദ്രനും പറഞ്ഞത്, ശരിയാ അമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്ന. ഇത് കേട്ടപ്പോഴേ നമ്മുടെ ചന്ദ്രയ്ക്ക് കാര്യം പിടികിട്ടി. അപ്പൊ ഇവരൊന്നായി കഴിഞ്ഞിരിക്കുന്നു, ഇനി കാര്യങ്ങളൊന്നും കയ്യിൽ നിൽക്കില്ലെന്ന് നേരെ വിളിക്കുകയാണ് നമ്മുടെ ഭാമേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദേ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളാണ് കേട്ടോ, അവനും അവളും പണ്ടത്തെ പോലെ ഒന്നുമല്ല, രണ്ടുപേരും ഒന്നിച്ചു. നിനക്കറിയാലോ ഇവിടെ എൻ്റെ ശ്രുതിയുടെയും കുഞ്ഞിനെ കാണാൻ ഓർത്താ ഞാനിരിക്കുന്നത്. അതിനു മുമ്പ് അവളെ കാണാൻ പ്രസവിച്ചാൽ തീർന്നു. ദേ എന്തെങ്കിലും ഒന്ന് നീ പറഞ്ഞതാ, അവരെ രണ്ടുപേരെ രണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാമയോട് ഉപദേശം തേടുകയാണ്. അപ്പം ഭാമ പറയുന്നുണ്ട്, നീ സമാധാനമായിട്ടിരിക്കുക, ഏതായാലും ഒരു വഴി നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭാമ ഫോണും കട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകുമല്ലോ. നമ്മുടെ ശ്രുതിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പെണ്ണിനെ കുറിച്ച് അങ്ങനെ ഒരു ചീത്തയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പെണ്ണുങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുശുമ്പും കുന്നായ്മയും അല്ലേ പറയത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു അതിന്റെ ഇടയ്ക്ക്. ഏതായാലും ബെഡ്റൂമിൽ ചെന്ന് നമ്മുടെ സച്ചി കയറി രേവതി മുഖവും വീർപ്പിച്ചിരിക്കുക. സച്ചി ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ രേവതി പറഞ്ഞു, വേറൊന്നുമല്ല, നിങ്ങൾ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ആ പെണ്ണിൽ ഞാനും ഉൾപ്പെടില്ലേ? അയ്യേ ആര് പറഞ്ഞു ആ പെണ്ണിൽ നീ ഉൾപ്പെടുന്നു? അപ്പൊ ഞാൻ പെണ്ണല്ല? അല്ല, ഞാൻ നിന്നെ കുറിച്ചല്ല രേവതി പറഞ്ഞത്. നീ മാന്യവും മര്യാദയുമായിട്ട് ജീവിക്കുന്ന, എന്താ പറയാ, എല്ലാവരും സൽസ്വഭാവി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പെൺകുട്ടിയാ. ഞാൻ നിന്നെ കുറിച്ചല്ല, അവളെ കുറിച്ചാ പറഞ്ഞത്, ആ ശ്രുതിനെ കുറിച്ച്. ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കയറി കിടക്കുന്നു. നമ്മുടെ സച്ചി നിലത്ത് കിടക്കുന്നു. ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിലൊക്കെ നോക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ എത്തിയിട്ടോ. ഇതിന് ഇടയിൽ നമ്മുടെ ചന്ദ്ര അടുത്തൊരു അടവ് പ്രയോഗിക്കുന്നത് എന്താണ്? കർക്കിടക മാസത്തിൽ രണ്ടുപേരും രണ്ടായിട്ട് ജീവിക്കണം. അതുകൊണ്ട് അവിടെ നിന്ന്, അതായത് ലക്ഷ്മീനെ വിളിച്ചു വരുത്തി രേവതിനെ പറഞ്ഞു വിടുന്നുണ്ട്. അത് വലിയ വിഷമം തന്നെയാണ് കേട്ടോ സച്ചിക്ക്. അപ്പൊ അതേതായാലും അടുത്ത ആഴ്ച ലാസ്റ്റ് ഭാഗത്തോടൊക്കെ കൂടിയേ കാണിക്കത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാട്ടോ നമ്മുടെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷം വരുന്നത്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥ ഞാൻ നാളത്തെ പ്രമോവിശേഷത്തിൽ പറയാട്ടോ. അപ്പൊ നമുക്ക് നാളെയും പ്രമോവിശേഷം ഉണ്ട്, നാളെയും ഞാൻ പ്രമോവിശേഷമായിട്ട് വരാം, അതിൽ ബാലൻസ് കഥയൊക്കെ പറയാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.